ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഈ വീഡിയോയുടെ നമ്മളെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എപ്പോഴും അമേരിക്കയെക്കുറിച്ചും ട്രംപിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ട്രംപ് അല്ല ഇവിടുത്തെ പ്രധാന വിഷയം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അമേരിക്ക എന്ന് പറയുന്ന രാജ്യമാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പം അമേരിക്കയെ എത്രത്തോളം നമുക്ക് നമ്പാൻ സാധിക്കും, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ആശ്രയിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ആശ്രയിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അമേരിക്കയുമായി കൂടുതൽ അടുക്കുന്നത് ഒരു രാജ്യത്തിന് പ്രയോജനകരമാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ US-ന്റെ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അമേരിക്കയുടെ ശത്രുവായിരിക്കുന്നതിലും ഏറ്റവും ദോഷം ചെയ്യുന്നത് അവരുടെ ഫ്രണ്ട്ലി നേഷൻ ആയിരിക്കുന്നതാണെന്നാണ് പണ്ട് ഹെൻറി കിസിഞ്ചർ പോലും പറഞ്ഞിട്ടുള്ളത്. ശത്രുവായിരിക്കുന്ന രാജ്യത്തിന് വലിയ കുഴപ്പമില്ല, പക്ഷേ അമേരിക്കയുടെ ഫ്രണ്ടായിരിക്കുന്ന ഒരു രാജ്യത്തിനായിരിക്കും മിക്കവാറും പണി കിട്ടാനുള്ള സാധ്യതകളൊക്കെ എപ്പോഴും കൂടുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത്, നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടുത്തെ ട്രംപ് വലിയ വായിൽ നമുക്ക് F-35 ഇന്ത്യക്ക് തരാൻ അമേരിക്ക തയ്യാറാണ്. F-35 എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് F-35 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ F-35 ഇന്ത്യക്ക് തരാൻ അമേരിക്ക തയ്യാറാണ്. കാരണം ഓൾറെഡി ഇന്ത്യക്ക് നോൺ നേറ്റോ സ്റ്റാറ്റസ് തരണം അല്ലെങ്കിൽ കൊടുക്കണമെന്നൊക്കെയുള്ള, അതായത് നേറ്റോയ്ക്കകത്തിൽ ഉള്ള രാജ്യങ്ങൾക്ക് ഉള്ള അതേ ഒരു സ്റ്റാറ്റസ് പദവി ആണ് നോൺ നേറ്റോ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അത് പല രാജ്യങ്ങൾക്കും കിട്ടാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നേറ്റോ ക്കകത്തിൽ ഇല്ലാത്ത രാജ്യങ്ങൾ, എന്നാൽ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ, ഉദാഹരണത്തിന് പാകിസ്ഥാൻ ഒരു സമയത്ത് വളരെ പ്രധാനപ്പെട്ട, അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള റിലേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമായിരുന്നു. അപ്പം പാകിസ്ഥാനൊക്കെ അതുപോലുള്ളൊരു സ്റ്റാറ്റസ് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒത്തിരി മിലിറ്ററി ഡിഫൻസ് അസിസ്റ്റൻസും അല്ലെങ്കിൽ എയ്ഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ത്യക്കും അങ്ങനെ ഒരു നോൺ നേറ്റോ സ്റ്റാറ്റസ് കൊടുക്കണമെന്നൊക്കെയുള്ളൊരു വാദഗതി അമേരിക്കൻ സംവിധാനത്തിൽ എസ്റ്റാബ്ലിഷ്മെന്റിലൊക്കെ നടക്കുന്നുണ്ട്. അതൊരു ഭാഗത്ത് നടക്കട്ടെ. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ പ്രധാന ചർച്ചാ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ F-35 സെയിൽ നമുക്ക് ചെയ്യാമെന്ന്, അല്ലെങ്കിൽ ചെയ്യാൻ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ട്രംപിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് തീരുന്നതിൻ്റെ പിന്നാലെ തന്നെ ഈ ട്രംപ് തന്നെ പാകിസ്ഥാന് F-16 ഫൈറ്റേഴ്സിന്, കാരണം ഓൾറെഡി പാകിസ്ഥാൻ്റെ എയർഫോഴ്സിൽ F-16 ഫൈറ്റേഴ്സിൻ്റെ ഫ്ലീറ്റ് ഉണ്ട്. പണ്ട് അമേരിക്ക കൊടുത്താണ്, ഇപ്പോഴും പാകിസ്ഥാൻ അത് ഉപയോഗിക്കുന്നുണ്ട് F-16 ഫൈറ്റേഴ്സ്. അപ്പോൾ ഒരു കാലത്തല്ല, ഇപ്പോഴും അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സൊഫിസ്റ്റിക് ആയിട്ടുള്ള ഒരു വെപ്പൺ സിസ്റ്റം തന്നെയാണ് F-16 എന്ന് പറയുന്നത്. അത് പാകിസ്ഥാൻ്റെ എയർഫോഴ്സിലുണ്ട്. അപ്പോൾ ട്രംപ് ആദ്യ സമയത്ത് വന്നപ്പോൾ പാകിസ്ഥാന് ഈ ഫ്ലീറ്റിൻ്റെ മെയിൻ്റനൻസിനുള്ള ഹെൽപ്പ് അല്ലെങ്കിൽ അസിസ്റ്റൻസ് ഒക്കെ നിർത്തി വെച്ചിരുന്നു. അപ്പോൾ അത് വീണ്ടും കുറേ പൈസ പാകിസ്ഥാന് കൊടുത്ത് സഹായിച്ചു ഇന്ത്യക്ക് ഈ ഓഫർ നൽകുമ്പോൾ തന്നെ. അപ്പോൾ ഇന്ത്യക്കാരത് കേട്ടിട്ട് വളരെ അതിശയകരമായ രീതിയിൽ, അല്ലെങ്കിൽ ഷോക്ക്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മോദി അവിടുന്ന് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വന്നിറങ്ങിയില്ല, അതിനു മുമ്പ് ട്രംപ് പാകിസ്ഥാന് F-16 ഫ്ലൈറ്റിന്റെ മെയിൻ്റനൻസിനും സസ്റ്റനൻസിനും ഒക്കെയുള്ള അസിസ്റ്റൻസ് കൊടുത്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ഓക്കെ, അപ്പം ട്രംപ് രണ്ടാമത്തെ ഈ ടേം ആരംഭിച്ചപ്പോൾ തന്നെ ലോകത്തിനെ അദ്ദേഹത്തിൻ്റെ അതായത് നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹം തന്നെ എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻഷ്യൽ ടേമിൽ പുള്ളി തന്നെ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ എടുത്തിരുന്ന പല പോളിസീസും തീരുമാനങ്ങളും ഒക്കെ തന്നെ റിവേഴ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു തുടക്കമാണ് ട്രംപ് കാഴ്ചവെച്ചത്. അങ്ങനെ ട്രംപ് പലരെയും, പല ലോക നേതാക്കളെയും അല്ലെങ്കിൽ പല രാജ്യങ്ങളെയും ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുകയും നിലവിൽ നിൽക്കുന്ന പല സാഹചര്യങ്ങളും ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഈ ടെന്യൂർ തുടങ്ങിയെന്ന് പറയുന്നത്.
അപ്പം സൗത്ത് ഏഷ്യൻ റീജിയനിൽ ഇന്ത്യക്ക് F-35 സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് തരാം, അല്ലെങ്കിൽ ഞങ്ങൾ അത് വിൽക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ F-16 ഫൈറ്റർ ജെറ്റ് ഫ്ലീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫണ്ട് ട്രംപ് അനുവദിച്ചുകൊണ്ടുള്ളൊരു തീരുമാനം എടുക്കുകയുണ്ടായി. ഇപ്പം 2025 ജാനുവരിയിൽ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഒരു 90 ദിവസത്തെ എല്ലാ ഫോറിൻ എയ്ഡ്, വിദേശ സഹായങ്ങളെല്ലാം ഫ്രീസ് ചെയ്തുകൊണ്ട്, അതായത് ഹ്യൂമാനിറ്റേറിയൻ പിന്നെ മാനുഷിക പരിഗണന, ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള അസിസ്റ്റൻസ്, മിലിറ്ററി എയ്ഡ്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കുള്ള പലതരത്തിലുള്ള സഹായങ്ങൾ, ഇതെല്ലാം 90 ദിവസത്തേക്ക് നിർത്തിവെക്കുമെന്നും പറഞ്ഞൊരു തീരുമാനം എടുത്തിരുന്നു. എന്നുവെച്ചാൽ അമേരിക്ക ഫസ്റ്റ് എന്നുള്ള പോളിസിയാണ് ട്രംപിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം മറ്റുള്ള രാജ്യങ്ങൾ നമുക്ക് പ്രയോജനമില്ലാത്ത രീതിയിലുള്ള സഹായങ്ങളെല്ലാം വെട്ടിച്ചുരുക്കുകയോ അല്ലെങ്കിൽ നിർത്തലാക്കുകയോ ചെയ്യുകയാണെന്നും പറഞ്ഞിട്ട് ഒരു പിന്നെ പ്രസ്താവന ഇറക്കിയായിരുന്നു. പക്ഷേ ജാനുവരി തീരുന്നതിന് മുമ്പ് തന്നെ ട്രംപ് ആ തീരുമാനം മാറ്റുകയും അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫ്രണ്ട്ലി നേഷൻസ് ആയിട്ടുള്ള ഈജിപ്തിനും ഇസ്രായേലിനും അദ്ദേഹം മിലിറ്ററി സഹായം കൊടുത്തുകൊണ്ടാണ് ആ തീരുമാനങ്ങൾ മാറ്റിയത്. പെട്ടെന്ന് തന്നെ റിവേഴ്സ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഒന്നിനൊരു സ്ഥിരതയില്ല എന്നുള്ള കാര്യം അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുതന്നെയാണ് ഈ പാകിസ്ഥാൻ്റെ കാര്യത്തിലും. ചെറിയ തുകയൊന്നുമില്ല, $397 മില്യൺ സഹായമാണ്. 397 മില്യൺ ഫണ്ടിങ് ഫോർ പാകിസ്ഥാൻ. എന്തിനാണ്? അവരുടെ F-16 ഫൈറ്റർ ജെറ്റിൻ്റെ ഫ്ലീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. കാരണം ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് കാരണം ഇതൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ എഫിഷ്യൻസി നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ഫണ്ടിങ് വേണം. ആ ഫണ്ടിങ് അമേരിക്കൻ വെപ്പൺസ് ആയതുകൊണ്ട് അമേരിക്ക തന്നെയാണ് ഇതുപോലുള്ള രാജ്യങ്ങൾക്കെല്ലാം അതിൻ്റെ ഫണ്ടിങ് ചെയ്യുന്നതും. അപ്പം പാകിസ്ഥാന് നേരത്തെ ട്രംപ് തന്നെ നിർത്തിവെച്ചിരുന്നതാണ് ഈ പറഞ്ഞ ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ $397 മില്യൺ ഫണ്ടിങ്ങാണ് പാകിസ്ഥാന് കൊടുത്തത്. അപ്പോൾ അങ്ങനെ പാകിസ്ഥാന് ഈ ഫണ്ട് ചെയ്യണമെങ്കിൽ ചുമ്മാ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കത്തില്ല ഫണ്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പാകിസ്ഥാനെ പോലൊരു രാജ്യം അമേരിക്കയ്ക്ക് ഇപ്പോഴും വളരെ പ്രാധാന്യമുള്ള ഒരു രാജ്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഇത് ശരിക്കും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. ബൈഡന്റെ സമയത്ത് അപ്രൂവ് ചെയ്ത എമൗണ്ട് ഇച്ചിരി കൂടുതലായിരുന്നു. അതിനകത്തിൽ അല്പം കുറവ് വന്നിട്ടുണ്ടെന്നല്ല, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പം ഏതാണ്ട് $397 മില്യൺ ഫണ്ടിങ് ആണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാൻ അത് വലിയൊരു സൈ ഓഫ് റിലീഫാണ്, വലിയൊരു ആശ്വാസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ ഫണ്ടിങ് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ F-16 ഫ്ലീറ്റ് വളരെ ഉപയോഗശൂന്യമായി പോകത്തേണ്ടായിരുന്നു. കാരണം ഇതിന് കാലാകാലങ്ങളിൽ വേണ്ടി വരുന്ന റിപ്പയർസ്, മെയിൻ്റനൻസ് ഇതൊക്കെ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ അതിൻ്റെ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത്, വാർ വർത്തിനെസ്സിൽ അതിനെ നേരിടണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള റിക്കറിംഗ് ആയിട്ടുള്ള, റെഗുലറായിട്ടുള്ള റിപ്പയർസ്, മെയിൻ്റനൻസ്, അതിൻ്റെ സ്പെയർ പാർട്സ്, മറ്റേത് മറിച്ച് എല്ലാം കിട്ടണം. അപ്പോൾ ഇതൊക്കെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയിൽ നിന്ന് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അത് അമേരിക്ക ട്രംപിൻ്റെ ആദ്യത്തെ ഭരണ സമയത്ത് അത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അതിന് ചില കാരണങ്ങളുണ്ട്. അപ്പോൾ അമേരിക്ക ഇങ്ങനൊരു ഇപ്പോൾ ഏത് രാജ്യത്തിന് അമേരിക്കൻ വെപ്പൺസ് കൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇതുപോലെ ഫൈറ്റർ ജെറ്റ്സ്, ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഫൈറ്റർ ജെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫൈറ്റർ ജെറ്റ്സ്. അപ്പം ഇങ്ങനെയുള്ള വെപ്പൺ സിസ്റ്റം കൊടുക്കുമ്പോൾ അമേരിക്ക അത് 24/7 ആ രാജ്യങ്ങളെ മോണിറ്റർ ചെയ്യുന്നത് പതിവാണ്. കാരണം അമേരിക്കയുടെ അനുവാദമില്ലാതെ ഒരിക്കലും അവർക്ക് ആ വെപ്പൺസ്, ഇപ്പോൾ ആ രാജ്യത്തിനെ മറ്റൊരു രാജ്യമായിട്ട് യുദ്ധം ചെയ്യണം, വളരെ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെയും അമേരിക്കയുടെ പെർമിഷൻ ഇല്ലാതെ, അമേരിക്കയുടെ അനുവാദമില്ലാതെ അവർക്ക് ഈ വെപ്പൺ സിസ്റ്റം യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം പാകിസ്ഥാൻ്റെ കാര്യത്തിലും ഈ F-16 ഫ്ലൈറ്റ് അവരുടെ എയർഫോഴ്സിലുണ്ട് എങ്കിൽ തന്നെയും പാകിസ്ഥാൻ എന്നല്ല, ഒരു രാജ്യത്തിനും പൂർണ്ണമായിട്ടും അവർക്ക് അവരുടെ സ്വതന്ത്രമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് അവർക്ക് ഈ പറഞ്ഞ അവർ കാശ് കൊടുത്ത് മേടിച്ച സാധനങ്ങളാണ് ആ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ കാശ് കൊടുത്ത് മേടിച്ച സാധനങ്ങളാണ്. എന്നാലും പൂർണ്ണമായിട്ടും സ്വതന്ത്രമായിട്ട് ആ രാജ്യത്തിന് അമേരിക്കൻ വെപ്പൺസ് അമേരിക്കയുടെ അനുവാദമില്ലാതെ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ പാകിസ്ഥാൻ ഇത് കൊടുത്തപ്പോൾ അത് കൃത്യമായി പറഞ്ഞത്, അതായത് കൗണ്ടർ ടെററിസത്തിനും കൗണ്ടർ ഇൻസർജൻസിക്ക് മാത്രമേ ഉപയോഗിക്കാവൂ, ഇന്ത്യക്കെതിരെ ഉപയോഗിക്കരുത് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. കാരണം പാകിസ്ഥാൻ്റെ കാരണം ഇതിനകത്തിലൊരു പ്രധാന, ഇപ്പോൾ ഇന്ത്യക്ക് അമേരിക്ക ഈ
F-35 തരികയാണെങ്കിൽ തന്നെയും ഇതുപോലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും. അമേരിക്കയുടെ അനുവാദമില്ലാതെ ഈ പറഞ്ഞ വെപ്പൺസ് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ഇപ്പം നാളെ നമുക്ക് ചൈനയായിട്ടൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ അല്ലെ പാകിസ്ഥാനായിട്ടൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ F-35 പാകിസ്ഥാൻ അമേരിക്കയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ അമേരിക്ക പറയുകയാണ് തൽക്കാലം F-35 പാകിസ്ഥാനെതിരെ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സിസ്റ്റം ലോക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അതിൽ ആ വെപ്പൺ സിസ്റ്റം ലോക്ക് ചെയ്യാൻ പറ്റും. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വതന്ത്രമായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വലിയൊരു പ്രശ്നം അമേരിക്കയിൽ നിന്നും ആയുധങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം നമ്മൾ നല്ല ഏത് രാജ്യവും ഫേസ് ചെയ്യുന്ന വലിയൊരു വിഷയമാണ്. അപ്പം അമേരിക്ക മിലിറ്ററി സെയിൽ നടത്തുമ്പോൾ തീർച്ചയായിട്ടും എങ്ങനെ ആ രാജ്യത്തിനത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ടാകും. ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ ഇന്ന രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കരുത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്ക സൗദിക്കോ അല്ലെങ്കിൽ UAE-ക്കോ ഒക്കെ ഇതുപോലുള്ള സെയിം ഫ്ലീറ്റ് അവർ സെയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ സ്ട്രിക്റ്റ് ആയിട്ട് ഉണ്ടാക്കി ഇസ്രായേലിനെതിരെ ഇത് ഉപയോഗിക്കില്ല എന്നുള്ളതായിരിക്കും ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നാളെ സൗദി അറേബ്യ UAE-ക്കൊക്കെ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ബൈ ചാൻസിൽ അവർക്ക് ഈ ഫ്ലീറ്റ് ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. കാരണം ഓൾറെഡി സൗദിയുടെയും അല്ലെങ്കിൽ UAE-യുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നല്ലൊരു മേജർ പോർഷനും അമേരിക്കയുടെ വെപ്പൺ സിസ്റ്റം അല്ലെങ്കിൽ ബ്രിട്ടൻ അതുപോലുള്ള രാജ്യങ്ങളുടെ ഫ്രാൻസിൻ്റെ ഒക്കെ വെപ്പൺ സിസ്റ്റമാണ്. ഇപ്പോൾ UAE അടുത്തിടയ്ക്ക് റഫേൽ വാങ്ങിച്ചു എന്നുള്ള റിപ്പോർട്ട് നമ്മൾ വാങ്ങിച്ചു. പക്ഷേ ഫ്രാൻസിൻ്റെ അല്ലെങ്കിൽ റഷ്യയുടെ ഒന്നും ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ളൊരു സെയിൽ കണ്ടീഷൻ ഉള്ളതായിട്ട് നമുക്കറിയത്തില്ല. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ എപ്പോഴും അവർ മിലിറ്ററി സെയിൽ നടത്തുമ്പോൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ പല അനുഭവങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ 2018 ഈ പറഞ്ഞ സഹായം നിർത്തിവെച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഏതായത് ഈ F-16 മെയിൻ്റനൻസ് അല്ലെങ്കിൽ സസ്റ്റനൻസ്. കാരണം ഇതിനെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് ഡൊണാൾഡ് ട്രംപ് തന്നെ പിന്നെ നിർത്തിവെച്ച ഒരു സംഭവമാണ്. അപ്പം പുള്ളി അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അമേരിക്കയായിട്ട് സഹകരിച്ച് തീവ്രവാദികൾക്കെതിരെയോ അല്ലെങ്കിൽ ടെററിസ്റ്റ് നെറ്റ്വർക്കിനെതിരെയോ ഒന്നും കാര്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നില്ല. അതുകൊണ്ട് അമേരിക്കയുടെ ഫൈറ്റ് അഗൈൻസ്റ്റ് ടെററിസത്തിൻ്റെ ഒരു പാർട്ട്ണറല്ല പാകിസ്ഥാൻ എന്നുള്ളൊരു നിലപാട് കടുപ്പിച്ചുകൊണ്ടാണ് അന്ന് ട്രംപ് പാകിസ്ഥാനെതിരെയുള്ള ഈ പറഞ്ഞ ഈ സഹായം നിർത്തിവെച്ചത്, ഫ്രീസ് ചെയ്ത് വന്നിട്ട്. അപ്പോൾ ട്രംപ് പറഞ്ഞത് പാകിസ്ഥാൻ 10-15 വർഷമായിട്ട് അമേരിക്ക കളിപ്പിച്ച് $33 ബില്യൺ തട്ടിയെടുത്തു, അടിച്ചു മാറ്റി. പക്ഷേ കാര്യമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർ തീവ്രവാദ നെറ്റ്വർക്കിനെതിരെ കാര്യമായിട്ടുള്ള ആക്ഷനൊന്നും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വെറുതെ അമേരിക്കയുടെ പൈസ ചുള്ളിൽ അടിച്ചു മാറ്റി അമേരിക്കയെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്നുള്ള നിലപാടാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് ട്രംപ് പാകിസ്ഥാനുള്ള ഒരു സഹായം വെട്ടിച്ചുരുക്കി അല്ലെങ്കിൽ അത് നിർത്തലാക്കി തന്നിട്ട്. അത് ഏകദേശം കറക്റ്റാണ്. ഏകദേശം നല്ല 100% കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അമേരിക്ക എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിപ്പോയെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നല്ല കൃത്യമായിട്ട് അറിയാൻ പറ്റും. പാകിസ്ഥാനിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു കാരണം അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാനോ ഒന്നും അമേരിക്കയ്ക്ക് കാര്യമായിട്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും. കാരണം ഇപ്പം ഏത് രാജ്യം അഫ്ഗാനിസ്ഥാനിൽ ചെന്നാലും പാകിസ്ഥാൻ്റെ പൂർണ്ണമായിട്ടുള്ള സഹായമില്ലാതെ തീർച്ചയായിട്ടും. കാരണം ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടുള്ള രാജ്യം പാകിസ്ഥാനാണ്. അപ്പോൾ ആ ഒരു കാര്യം അമേരിക്ക അത് കൃത്യമായിട്ട് തിരിച്ചറിയുകയും ഇപ്പോൾ നമ്മൾ കാണുന്ന പാകിസ്ഥാൻ്റെ എതിരെയുള്ള ഈ ശക്തമായിട്ടുള്ള ഡീസ്റ്റെബിലൈസേഷൻ, പാകിസ്ഥാനെ ശരിക്കും ഡീസ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവർത്തി. ഇപ്പം നമുക്കറിയാം താലിബാൻ പാകിസ്ഥാനുമായിട്ട് അത്ര നല്ല സുഖത്തിലല്ല. താലിബാനും പാകിസ്ഥാനും തമ്മിൽ ബോർഡർ കോൺഫ്ലിക്ട്സും ചെറിയ ചെറിയ യുദ്ധങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറമോട്ട് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇനിയും ഭാവിയിൽ ഈ പറഞ്ഞ അമേരിക്കൻ സേനയ്ക്കോ അല്ലെങ്കിൽ അമേരിക്കൻ സഖ്യകക്ഷികൾക്കും അഫ്ഗാനിസ്ഥാനിൽ ചൂടുറപ്പിക്കണമെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും കാര്യമായിട്ടുള്ള സഹായം ലഭിക്കത്തില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചന അവർക്ക് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനെ തീർച്ചയായിട്ടും നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്ത്
അവരെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനിയുള്ള ഭാവി പരിപാടികൾ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സുരക്ഷാ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഡീസ്റ്റബിലൈസേഷൻ പ്രോസസ്സ്, ബലൂചിസ്ഥാൻ ആർമിയുടെയും അല്ലെങ്കിൽ തെഹ്രീക്ക് ഇ താലിബാൻ എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പിൻ്റെയൊക്കെ പാകിസ്ഥാനുള്ള ശക്തമായിട്ടുള്ള ആക്രമണം, പാകിസ്ഥാൻ സ്റ്റേറ്റിനെ ടാർഗറ്റ് ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീസ്റ്റെബിലൈസേഷൻ പ്രോസസ്സിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പാകിസ്ഥാൻ ശക്തമായിട്ട് നിന്നു കഴിഞ്ഞാൽ ഒരു കാരണം അഫ്ഗാനിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു രാജ്യം പാകിസ്ഥാനാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ഹെൽപ്പ് ഇല്ലാതെ ഒരു രാജ്യത്തിന് അഫ്ഗാനിസ്ഥാനിൽ കടന്നു കയറാൻ സാധിക്കത്തില്ല. ഇന്നത്തെ മോഡേൺ ജിയോ പൊളിറ്റിക്സിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം അത് അമേരിക്ക അഫ്ഗാനിസ്ഥാനിലുള്ള കാലഘട്ടത്തിൽ അമേരിക്ക അത് ശരിക്കും മനസ്സിലാക്കുകയും അല്ലെങ്കിൽ കണ്ടറിയുകയും അനുഭവിച്ചറിയുകയും ചെയ്തൊരു വസ്തുതയാണ്. അപ്പം തൽക്കാലം അമേരിക്ക വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സ്ട്രാറ്റജിക്കായിട്ട് അവിടെ നിന്ന് വിഡ്രോ ചെയ്തിട്ട് അഫ്ഗാനിസ്ഥാൻ ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, താലിബാനെ ഏകദേശം സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് പാകിസ്ഥാനാണ് ടാർഗറ്റ് ചെയ്യപ്പെടുന്ന രാജ്യം. അപ്പോൾ അവിടെ ബലൂചിസ്ഥാൻ ആർമി അതുപോലെ തന്നെ ടെഹ്രിക്ക് ഈ താലിബാൻ എന്ന് പറയുന്ന ഈ തീവ്രവാദ ഗ്രൂപ്പുകളെല്ലാം ഒരുമിച്ച് പാകിസ്ഥാനെ സ്റ്റേറ്റിനെയും സിവിലിയൻസിനെയും എല്ലാം ഒരുപോലെ ആക്രമിക്കുകയും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ശരിക്കും ഡീസ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ബൈഡന്റെ കാലഘട്ടത്തെ $450 മില്യൺ കൊടുക്കാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് വെട്ടിച്ചുരുക്കിയാണ്. ട്രംപ് ഇത്രയും 300 എത്രയാണ് 397, വലിയ കുറവൊന്നുമില്ല, 450 മില്യണിൽ നിന്ന് 397 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അമേരിക്കയുടെ ഇപ്പോഴത്തെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിലേക്ക് പാകിസ്ഥാൻ ഒരു സഹായിയായിട്ട് സപ്പോർട്ടറായിട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അമേരിക്ക പ്രത്യക്ഷമായിട്ട്, അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരു പ്രസ്താവന എന്ന രീതിയിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലായിരിക്കും. കാരണം ഇത് എത്രത്തോളം ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരിക്കാം എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായിട്ടോ? കാരണം ഇത് അമേരിക്ക ബ്രിട്ടൻ പണ്ട് മുതലേ പാശ്ചാത്യ സാമ്രാജ്യ ശക്തികളുടെ ഒരു ട്രിക്കാണ് ഈ ബാലൻസ് ഓഫ് പവർ എന്ന് പറയുന്നത്. കാരണം രണ്ട് രാജ്യങ്ങളെ തമ്മിൽ അവർ ബാലൻസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. ഏറ്റവും ലോവറായിട്ടുള്ള ഏറ്റവും താഴ്ന്ന പവറിനെ കൂടുതൽ അവർ സപ്പോർട്ട് ചെയ്തിട്ട് പവർഫുള്ളായിട്ടുള്ള നേഷനെതിരെ അവർ നിലനിർത്തുക എന്നുള്ളത് അവരുടെ പണ്ട് മുതലേ ബാലൻസ് ഓഫ് പവർ എന്നുള്ളൊരു ടാക്ടിക്സിൻ്റെ കൂടെ ഒരു വശം കൊണ്ടുണ്ട് അതിൽ. അപ്പോൾ ഇന്ത്യയെ നിലയ്ക്ക് നിർത്താനും ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനും കൂടിയാണ് ഒരുപക്ഷെ ഇങ്ങനൊരു ഇപ്പോഴത്തെ ഈ ഒരു പ്രവൃത്തി എന്ന് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇന്ത്യ അതിനെതിരെ ചില മുറുമുറുപ്പുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. കാരണം പാകിസ്ഥാൻ ഇങ്ങനെയുള്ള അമേരിക്കൻ സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വീണ്ടും അത് തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പാകിസ്ഥാന് കിട്ടുന്ന മിലിറ്ററി എയ്ഡ് സപ്പോർട്ട് അല്ലെങ്കിൽ മറ്റ് IMFന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടുകൾ എന്തൊക്കെ തന്നെ ആയാലും ശരി, അതിൻ്റെ ഒരു പോർഷൻ വിഹിതം അവർ ഇന്ത്യക്കെതിരെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കത്തില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും അതിനുവേണ്ടി ഉപയോഗിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് കിട്ടുന്ന പാകിസ്ഥാന് കിട്ടുന്ന എയ്ഡ് സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് എപ്പോഴും തലവേദന ഉണ്ടാക്കുന്നതാണ്. ഇന്ത്യ ഒരു സൈഡിൽ കൂടെ പാകിസ്ഥാനെ ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിക്കുകയും മറു സൈഡിൽ കൂടെ ഇതുപോലെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന സഹായം പാകിസ്ഥാന് ലഭിക്കുമ്പോൾ അത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഒരു ആശങ്ക ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ് എന്നുള്ളതിന് സംശയമില്ല. നമ്മൾ ബാലക്കോട്ട് സംഭവത്തിൽ ഇതുപോലെ F-16 പാകിസ്ഥാൻ നമുക്കെതിരെ ഉപയോഗിച്ചാണ്. അപ്പം നമ്മളത് നമ്മുടെ MiG-21 അവർ അഭിമൻ പിന്നെ പൈലറ്റിൻ്റെ പേരെന്തായിരുന്നു, ഫൈറ്റർ പൈലറ്റിൻ്റെ പാകിസ്ഥാനിൽ ചെന്ന് വീണ് പാകിസ്ഥാൻ പിടിച്ചെടുത്ത ഒരു ഫൈറ്റർ പൈലറ്റ് ഉണ്ടായിരുന്നില്ല, അഭിനന്ദനോ അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പം അത് MiG-21 ആയിരുന്നു തീർച്ചയായിട്ടും. അപ്പം ഇന്ത്യയുടെ ഒരു ക്ലെയിം ഉണ്ട്, F-16 നമ്മൾ വെടിവെച്ച് താഴെ ഇട്ടു എന്നുള്ള. പക്ഷേ അത് ഇസ്ലാമാബാദ് പാകിസ്ഥാൻ അത് നിരസിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അന്ന് ട്രംപ് ആയിരുന്നു ഭരണത്തിലിരുന്നത്. അമേരിക്ക പാകിസ്ഥാനെ തീർച്ചയായിട്ടും F-16 ഇന്ത്യക്കെതിരെ അത് ഉപയോഗിച്ചതിനും അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്തതിനും
അമേരിക്കയുടെ അനുവാദമില്ലാതെ പെർമിഷൻ ഇല്ലാതെ ഉപയോഗിച്ചതിനൊക്കെ പാകിസ്ഥാനെ അത് അവരത് റിപ്രമാൻഡ് ചെയ്യുകയും വഴക്ക് പറയുകയും അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇന്ത്യയുമായിട്ട് കൂടുതൽ സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുകയും ആം, കൂടുതൽ പ്രതിരോധ മേഖലകളിലൊക്കെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക കൊടുത്ത ആയുധം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾക്ക് കൂടുതൽ വിള്ളൽ ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കും എന്നുള്ളൊരു നിലപാട് കൊണ്ട് അതിനകത്തുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും ഈ ട്രംപ് ഇങ്ങനെ ഒരു സഹായം ചെയ്തതിൻ്റെ കാരണം കൃത്യമായിട്ട് ആർക്കും കൂടെ മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, കാരണം ട്രംപ് ഇന്ത്യക്ക് F-35 തരാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അമേരിക്ക F-35 തരാൻ തയ്യാറാണ്. അതുപോലെ തന്നെ മറ്റ് കൂടുതൽ മിലിറ്ററി ഡീൽസ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാകാനുള്ള സാഹചര്യത്തിലൊക്കെ ഈ ഇതിനകത്തിൽ ഇപ്പം ഈ പറഞ്ഞ ബന്ധത്തിൽ അല്പം വിള്ളലുകൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇങ്ങനെയുള്ളൊരു പോളിസിയുടെ മാറ്റം ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്തുകൊണ്ടാണെന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു ആ, വിവരണം അല്ലെങ്കിൽ ആർക്കും ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വതന്ത്രമായിട്ടുള്ള നിലപാടുകളാണ്. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രസിഡന്റിന്റെ തീരുമാനങ്ങളാണ്. കാരണം അവരുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ അവർക്ക് തീർച്ചയായിട്ടും ഏത് രാജ്യത്തിനോട് വേണമെങ്കിലും അവർക്ക് പിന്നെ ഏത് രീതിയിലുള്ള ഏഹ്, കരാറുകൾ ഒപ്പിടുകയോ അല്ലെങ്കിൽ ഡീലിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് ഈ നിർത്തിവെച്ച ഫൈനാൻഷ്യൽ മിലിറ്ററി അസിസ്റ്റൻസ് സഹായങ്ങൾ പുനരാരംഭിക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. അതിനകത്ത് നമുക്കൊന്നും തീർച്ചയായിട്ടും ഏം, ഇടപെടാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ എതിർപ്പുകൾ പ്രകടിപ്പിക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ. കാരണം പാകിസ്ഥാൻ അമേരിക്കയുടെ ശീതകാല ശീതകാല സമരം നിലനിന്നപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പിന്നെ സുഹൃത്ത് രാജ്യമായിരുന്നു പാകിസ്ഥാൻ എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ അവസ്ഥകളൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള തെഹ്രിക്ക് താലിബാൻ പാകിസ്ഥാൻ TTP, അതുപോലെ തന്നെ ബലൂച്ച് ആർമി, ലിബറേഷൻ ആർമി, ഇതെല്ലാം നിരന്തരമായിട്ട് പാകിസ്ഥാനി സ്റ്റേറ്റിനെതിരെയും ഭരണകൂടത്തിനെതിരെയും, അതായത് പാകിസ്ഥാനിൻ്റെ സെക്യൂരിറ്റി ഫോഴ്സിനെതിരെയും പാകിസ്ഥാനിലെ സിവിലിയൻസിനെതിരെയെല്ലാം നിരന്തരമായിട്ട് അക്രമങ്ങൾ, ബോംബ് ആക്രമണങ്ങളും വെടിവെപ്പുകളും മറ്റു രീതിയിലുള്ള അട്ടിമറികളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളൊരു ആം, വളരെ നിഗൂഢമായിട്ടുള്ള ആവശ്യവും ലക്ഷ്യവും തന്ത്രവും ഈ ഇന്ത്യയുടെ ഭാഗത്തു നിന്നല്ല, മറ്റ് ഇതിന് പുറത്ത് അമേരിക്ക ഇസ്രായേൽ അടങ്ങുന്ന ആക്സിസിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. കാരണം അഫ്ഗാനിസ്ഥാനിൽ ചൂടുറപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയൊരു ആവശ്യം ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെല്ലാം ഉണ്ട്. അപ്പം ഇത് ഇന്ത്യയിൽ പൊതുവെ മുഖ്യധാരയിലൊക്കെ വളരെ വലിയ എതിർപ്പുകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പാകിസ്ഥാൻ ഇപ്പോൾ ഈ സഹായം കൊടുത്തതിൻ്റെ ഒരു വലിയ വിഷയമാണല്ലോ. അപ്പം അന്നേരമാണ് ട്രംപിന്റെ ഏറ്റവും അപ്രതീക്ഷിതമായിട്ടുള്ള F-35 നമുക്ക് സെയിലിൻ്റെ ഓഫർ വരുന്നതാണല്ലോ. 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ്, അത് F-35 ലൈറ്റനിങ് 2 എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യ റഷ്യയുടെ S-400 എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ ഇങ്ങനൊരു അമേരിക്കൻ വെപ്പൺ സിസ്റ്റം തരാൻ പൊതുവെ അങ്ങനെ അമേരിക്ക താല്പര്യപ്പെടുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം അവർ റഷ്യയുടെ ഈ S-400 എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ടർക്കിക്ക് അവർ F-35 ഈ പറഞ്ഞ കൺസോഷ്യം ഫോർ അത് വാങ്ങിക്കാനുള്ള ടർക്കിയുടെ നിലപാട് അല്ലെങ്കിൽ ആഗ്രഹത്തെ അമേരിക്ക അത് ഫ്രീസ് ചെയ്താണ്, നിർത്തലാക്കിയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ S-400 ടർക്കി ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് F-35 ഞങ്ങൾ തരത്തില്ല എന്ന് തീരുമാനമെടുത്ത് അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത്. പക്ഷേ ഇന്ത്യ S-400 യൂസ് ചെയ്യുന്നുണ്ട് ഈ ടർക്കിയെ പോലെ തന്നെ. അപ്പോൾ അതിനകത്തിലെ വേറൊരു കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ വരുന്നതല്ല, ടർക്കി ഒരു നാറ്റോ രാജ്യം കൂടാണ്. അപ്പോൾ അങ്ങനെയുള്ള നാറ്റോ രാജ്യം റഷ്യയുടെ S-400 ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിലൊരു വൈരുദ്ധ്യം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇന്ത്യ നാറ്റോ രാജ്യമല്ല, നാറ്റോയ്ക്ക് അതിൽ ഒരു രീതിയിലുള്ള പങ്കാളിത്തം നമുക്കില്ല. അപ്പോൾ ഇന്ത്യ S-400 മേടിച്ചിട്ടുണ്ട്, ഇന്ത്യ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പറഞ്ഞ ഈ F-35 ഇന്ത്യക്ക് തരാം എന്ന് ട്രംപ് പറഞ്ഞത് അത് ഫോർമലായിട്ടുള്ളൊരു പിന്നെ ഡീല് ഡിക്ലറേഷൻ ഒന്നുമല്ല. എന്നാൽ തന്നെയും
അമേരിക്ക ഇന്ത്യക്ക് ഇത് തരാൻ തയ്യാറാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ഒത്തിരി വിട്ടുവീഴ്ചകൾ ഞങ്ങളോട് ചെയ്തു കഴിഞ്ഞാൽ എന്നുള്ള അടിസ്ഥാനത്തിലാണ് മുതൽ. അപ്പം തീർച്ചയായിട്ടും അമേരിക്കൻ വെപ്പൺസ് വരുമ്പം റഷ്യയുടെ ഈ പറഞ്ഞ വളരെ പവർഫുൾ ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കൻ സെക്യൂരിറ്റിക്ക്, സുരക്ഷയ്ക്ക് അത് വലിയൊരു ഭീഷണിയാണ്. കാരണം അവരുടെ വെപ്പൺ സിസ്റ്റത്തിൻ്റെ മൊത്തം സിഗ്നേച്ചറും പിന്നെ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, അതിനെക്കുറിച്ചുള്ള ഇൻ്റലിജൻസ് മൊത്തം റഷ്യക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇന്ത്യക്ക് അത് തരുമോ എന്നുള്ള കാര്യത്തിൽ കൂടി നമുക്ക് സംശയമുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് പിന്നെ ഈ ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ ഇതുപോലുള്ള വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റിൻ്റെ പിന്നെ ആവശ്യം വളരെ കൂടുതലാണ്. കാരണം ഇന്ത്യൻ എയർഫോഴ്സും ചൈനയുടെ എയർഫോഴ്സും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. കാരണം നമ്മുടെ സ്ക്വാഡ്രൺസ് വളരെ കുറവാണ്. നമ്മുടെ എയർഫോഴ്സിൽ അത്യാവശ്യമായിട്ടുള്ള എയർക്രാഫ്റ്റിൻ്റെ എണ്ണത്തെക്കാളും വളരെ കുറവാണ് നമ്മുടെ എയർഫോഴ്സിൻ്റെ കപ്പാസിറ്റി ഇപ്പോൾ. അത് വളരെ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള കോമ്പിനേഷൻ വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ എയർഫോഴ്സ് ശരിക്കും പറഞ്ഞാൽ എണ്ണത്തിൽ പരിതാപകരമായ ഒരവസ്ഥയിലാണ്. അപ്പോൾ ആ ഒരു പിന്നെ ഗ്യാപ്പ് നമുക്ക് ഇല്ലാതാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി കേപ്പബിലിറ്റി ഗ്യാപ്പ് ഉണ്ട് ചൈനയുടെ നമ്മുടെ എയർഫോഴ്സുമായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അതിനെ നമുക്ക് ഒന്ന് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടി, ആ ഗ്യാപ്പിനെ നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടി ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് നമുക്ക് വാങ്ങിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ അമേരിക്കൻ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റ് അല്ല ഫൈറ്റർ ജെറ്റ് വാങ്ങിക്കുവാൻ ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നിന്ന് ഇതുവരെ അങ്ങനെ പ്രധാനപ്പെട്ട രീതിയിലുള്ള യാതൊരു താല്പര്യവും പ്രകടിപ്പിച്ചതായിട്ട് നമുക്ക് ഒരിടത്തൊന്നും കാണുവാനോ കേൾക്കുവാനോ സാധിച്ചിട്ടില്ല. കാരണം ട്രംപ് അന്നൊരു വെടി പൊട്ടിച്ചു എന്നുള്ളൊരു കാര്യം സത്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സമ്മർദ്ദ തന്ത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ്റെ മികവോടെ കൂടി ഇന്ത്യക്ക് കൂടുതൽ പിന്നെ ഡിഫൻസ് സെയിലുകൾ നടത്താൻ അമേരിക്ക തയ്യാറാണ്. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും പല വ്യാപാര മേഖലകളിൽ പല വിട്ടുവീഴ്ചകൾ ചെയ്യുവാൻ ഇന്ത്യ തയ്യാറായാൽ എന്ന് ഉള്ളൊരു ധ്വനിയിലായിരിക്കാം ഒരുപക്ഷെ ട്രംപ് അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ F-35 മാനുഫാക്ചർ ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും നമ്പർ 1 വെപ്പൺസ് മാനുഫാക്ചർ ലോക്ഹീഡ് മാർട്ടിൻ പോലും പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ പോലൊരു രാജ്യം ഇപ്പോഴും ഈ ഇത്രയും പിന്നെ മികവുറ്റ ഒരു വെപ്പൺ സിസ്റ്റം ഉപയോഗിക്കാൻ ആയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനിയും കുറച്ച് സമയമെടുക്കും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഇങ്ങനെ ഒരു വെപ്പൺ സിസ്റ്റം എയർഫോഴ്സിലേക്ക് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും, അതുപോലെ തന്നെ ഇത്ര അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇന്ത്യൻ എയർഫോഴ്സിനായിട്ടില്ല എന്നാണ് ലോക്ഹീഡ് മാർട്ടിൻ പറയുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസാണ്, കോസ്റ്റാണ്. ഇന്ത്യക്ക് ഇപ്പം റഷ്യയുടെ ഈ ഇതിന് തത്തുല്യമായിട്ടുള്ള സുക്കോയുടെ വേർഷൻസ് സ്റ്റെൽത്ത് അല്ലെങ്കിൽ തന്നെയും സ്റ്റെൽത്തിനോട് കിടപിടിക്കുന്ന ടെക്നോളജി പിന്നെ ഒക്കെ തന്നെയാണ്. പക്ഷേ പ്രൈസ് കോസ്റ്റ് നോക്കുമ്പോൾ, അതുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈ അമേരിക്കൻ വെപ്പൺ സിസ്റ്റത്തിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ വില നമുക്ക് വളരെയധികം കൊടുക്കേണ്ടി വരും. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലൈ അവേ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ $82.5 മില്യൺ ഒരു യൂണിറ്റിന്. ആ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റിന് $82.5 മില്യൺ നമ്മൾ കൊടുക്കണം. പിന്നെ എക്സ്പോർട്ട് പ്രൈസസ് നമ്മുടെ രാജ്യത്തേക്ക് അത് കൊണ്ടുവന്നു കഴിഞ്ഞ് പിന്നെ അതിനകത്തിൽ, കാരണം അത് വെറും ഒരു പൊള്ള മാത്രമായിരിക്കും ശരി, പിന്നെ വന്നിട്ട് അതിനകത്തിൽ സിസ്റ്റവും വെപ്പൺസും എല്ലാം നമ്മളതിനകത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് അതിനെ ഒരു ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റ് ആക്കുമ്പോഴത്തേക്ക് 100 മുതൽ 110 മില്യൺ ഡോളറിൻ്റെ കോസ്റ്റ് നമുക്ക് ഒരെണ്ണത്തിനകത്തിൽ. ഇപ്പോൾ മിനിമം ഒരു 40 എണ്ണമെങ്കിലുമൊക്കെ മേടിക്കണമെന്ന് ആൾക്കാർ ഇവിടെ പലരും പറയുന്നുണ്ട് തൽക്കാലത്തെ ആവശ്യത്തിന്. കാരണം ഇന്ത്യ ആ ഒരു സ്റ്റേജിലേക്ക് സ്വന്തമായി മാനുഫാക്ചർ ചെയ്ത് വരുന്ന കാലത്തോളം നമുക്ക് ആ ഒരു കാലയളവിൽ വരെ തൽക്കാലം ചൈനയെ നമുക്കൊന്ന് പിന്നെ പ്രതിരോധിച്ച് നിർത്തുവാൻ ഒരു 40 എണ്ണത്തിൻ്റെയെങ്കിലും ഒരു ഫ്ലീറ്റ് നമ്മൾ ഈ പറഞ്ഞ F-35 അക്വയർ ചെയ്യണമെന്ന് പല സെക്യൂരിറ്റി എക്സ്പേർട്സും അല്ലെങ്കിൽ അതുപോലുള്ള തലത്തിൽ നിന്നൊക്കെ പലരും പ്രസ്ഥാനങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കോസ്റ്റിലെ 40-45 എണ്ണം നമ്മൾ അക്സസ് ചെയ്യുക, അക്വയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒത്തിരി പൈസയുടെ ചിലവ് ഉണ്ടാകേണ്ടി വരും. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, പിന്നീടുള്ള അപ്ഗ്രഡേഷന്, പിന്നെ സ്പെയർ, പിന്നെ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ നമുക്ക് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. കാരണം അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും വൻ വില കൊടുക്കേണ്ടി വരും. അത് ഇന്ത്യക്ക് തൽക്കാലം ഇന്നത്തെ അവസ്ഥയിൽ നമുക്കത് എത്രത്തോളം അഫോർഡ് ചെയ്യാൻ പറ്റും
പിന്നെ അമേരിക്ക ഒരിക്കലും ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യത്തില്ല, ലോക്കൽ മാനുഫാക്ചറിങ്ങിന് അവരെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളുടെ ഇവിടുത്തെ ഈ പറഞ്ഞ അമേരിക്ക ഈ പറഞ്ഞ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിന് വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ. പിന്നെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്, നമ്മുടെ ഇഷ്ടപ്രകാരം ഒന്നും ഒരുപക്ഷെ യൂസ് ചെയ്യാൻ സാധിക്കത്തില്ലായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഇങ്ങനെ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റിന് വേണ്ടി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കത്തുള്ളൂ. അപ്പം ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള റഷ്യയുടെ സുഖോയ് 57E, അത് അവർ നമുക്കറിയാം, റഷ്യയുമായിട്ട് നമുക്ക് ചിരകാലമായിട്ട് ഈ മേഖലകളിലൊക്കെ ബന്ധമുള്ളത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് അവർ ടെക്നോളജി ട്രാൻസ്ഫർ നടത്തും. അതുപോലെ ലോക്കൽ മാനുഫാക്ചറിങ് തയ്യാറാണ്. അതുകൊണ്ട് നമ്മളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മളുടെ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റിന് മാനുഫാക്ചറിങ്ങിലൊക്കെ ഏർപ്പെടാൻ അവർ തയ്യാറാണ്, റഷ്യ തയ്യാറാണ്. പക്ഷേ അമേരിക്ക ഇക്കാര്യത്തിലൊന്നും തീർച്ചയായിട്ടും നമ്മളുടെ ഒപ്പം നിൽക്കുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടത്. ഇന്ത്യയുടെ 5th ജനറേഷൻ ആഭ്യന്തരമായി നമ്മൾ വികസിപ്പിക്കുന്ന 5th ജനറേഷൻ എയർക്രാഫ്റ്റ്, അതായത് AMCA എന്ന് പറയുക, അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ്, അത് ഏകദേശം 2030 ആകുമ്പോഴേ നമ്മുടെ പിന്നെ ഫോഴ്സിലേക്ക് നമുക്ക് ഇൻഡക്ട് ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ ആ സമയത്ത്. കാലം ഇൻഡക്ട് ചെയ്യാന്നുള്ള, അതും കഴിഞ്ഞ് നമുക്ക് പ്രൊഡക്ഷൻ കഴിഞ്ഞ് മാത്രമേ ഇൻഡക്ഷൻ നടക്കത്തുള്ളൂ ഫോഴ്സിലേക്കാണല്ലോ. അപ്പോൾ അതുവരെ ആ ഒരു ഗ്യാപ്പ് നിലനിർത്താൻ വേണ്ടി തൽക്കാലത്തേക്ക് നമുക്ക് ഇതുപോലുള്ള ഏതെങ്കിലും അമേരിക്കയുടെ കയ്യിൽ നിന്ന് പക്കൽ നിന്ന് കുറച്ച് 10-40 F-35 നമുക്ക് വാങ്ങുവാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ തൽക്കാലം നമുക്ക് ചൈനയ്ക്കെതിരെ പിടിച്ചു നിൽക്കാമെന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ ആണ് നമ്മൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് അല്പം കൂടെ ഈ F-35ൻ്റെയും അതുപോലെ തന്നെ സുഖോയ് 57E ഇതുമായിട്ടുള്ള കമ്പാരിസൺ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അടങ്ങുന്ന മറ്റു ചില വീഡിയോകൾ നമുക്ക് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു ട്രംപ് നമുക്കൊരു പണി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ആശങ്കക്കുള്ളായിരിക്കുകയാണ് ഇന്ത്യയുടെ പോളിസി മേക്കേഴ്സും നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റും ഒക്കെ. അപ്പോൾ ട്രംപിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, അമേരിക്ക നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രകടമായിട്ടുള്ള ഒരു ഉദാഹരണം, ദൃഷ്ടാന്തമാണ് നമ്മൾ ഈ കണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം അതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ യുവർ ടൈം. And please support the channel, subscribe the channel, and അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. Have a wonderful day. Thank you once again.